നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്നാ ഗംഗ തന്നെ അച്ഛന് ഡ്രസ് കൊണ്ട് കൊടുക്കണം. കൊടുക്കാം. എന്നാ വാ നമുക്ക് പോവാം. അയ്യോ വാ ഗംഗേ, ഇങ്ങോട്ട് വാ. മാള് പോയിക്കോ, ഞാൻ ഡ്രസ് കൊണ്ട് വന്നേക്കാം. വേഗം വരണം. അച്ഛനിപ്പോ കുളി കഴിഞ്ഞ് ഇറങ്ങും. ഡ്രസ് കിട്ടിയിട്ട് വേണം അച്ഛൻ അത് ഇട്ടോണ്ട് പോവാൻ. ശരി, ഞാൻ ഉടനെ വരാം. മാളും അങ്ങോട്ട് പോയിക്കോ. ശരി. പാവം മാളു, ഞാൻ മഹേട്ടനോട് അടുക്കാത്തതില് അവൾക്ക് വലിയ സങ്കടമുണ്ട്. ഞാൻ എന്ത് ചെയ്യാനാ? ഈശ്വരൻ ഇങ്ങനൊരു വിധിയാ എനിക്ക് തന്നിരിക്കുന്നത്. ആഗ്രഹിച്ചതെല്ലാം തന്നിട്ടും അത് സ്വന്തമാക്കാനോ മനസ്സ് നിറഞ്ഞ് സന്തോഷത്തോടെ ജീവിക്കാനോ പറ്റാത്തൊരവസ്ഥ. അതിലേറെ സങ്കടം ഞാൻ കാരണം മഹേട്ടനും ആളും വിഷമിക്കുന്നുണ്ടല്ലോ എന്നുള്ളതാ. ഇനി 3 മാസം എങ്ങനെ തള്ളി നീക്കുന്ന എനിക്കറിയില്ല. എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ ഭഗവാനെ. ശ്രീ മഹേശ്വര. ഞാൻ കുളിച്ചിട്ട് വരുമ്പോ ഇവിടെ എന്തൊക്കെയോ നടക്കൂന്ന് പറഞ്ഞിട്ട് ഒന്നുമില്ലല്ലോ. അതൊക്കെ വരും. വരുവോ? എന്ത്? അച്ഛൻ ഓഫീസിൽ ഇട്ടോണ്ട് പോകാനുള്ള ഡ്രസ്സൊക്കെ തേച്ച് റെഡിയാക്കി അതുമായി ഗംഗ വരുന്നുണ്ട്. അപ്പോ ഗംഗയ്ക്ക് ദേഷ്യമൊക്കെ മാറിയോ? എന്നോട് പിണങ്ങി നടക്കല്ലേ ഗംഗ? ഗംഗ ഇങ്ങോട്ട് വരുമ്പോ അച്ഛൻ ഗംഗയുടെ പിണക്കമൊക്കെ മാറ്റിക്കൊടുക്കണം. ഞാനോ? അച്ഛനോടുള്ള പിണക്കം അച്ഛൻ തന്നെ മാറ്റിക്കൊടുക്കണം. ഗംഗ പാവല്ലേ? അച്ഛൻ പറഞ്ഞ ഗംഗ കേൾക്കാതിരിക്കോ? ഞാൻ പറഞ്ഞ ഗംഗയുടെ പിണക്കം മാറുമോ? മാറൂന്നേ, എനിക്ക് ഉറപ്പാ. എന്റെ മാളൂട്ടിക്ക് ഉറപ്പാണെങ്കിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ? എന്നാലും എങ്ങനെയാ പിണക്കം മാറ്റുന്നേ? ഞാൻ പിണങ്ങിയിരുന്നാലേ അച്ഛൻ എന്നെ എടുത്ത് പൊക്കി കറക്കി കൊഞ്ചിച്ച വർത്തമാനമൊക്കെ പറഞ്ഞ് എന്റെ പിണക്കം മാറ്റിയിട്ടില്ലേ? അതുപോലെ ഗംഗ എടുത്ത് കറക്കി കൊഞ്ചിച്ച് പിണക്കം മാറ്റിയാലോ? ഞാൻ എടുത്തു പൊക്കുമ്പോ ഗംഗ പേടിച്ച് നിലവിളിച്ചാലോ? നിലവിളിച്ചാലും താഴെ വയ്ക്കുമ്പോ അച്ഛനാണെന്ന് അറിയില്ലേ? അപ്പൊ സംസാരിച്ച് പിണക്കമൊക്കെ മാറ്റാലോ? ഗംഗ നിലവിളിക്കുന്ന ശബ്ദം കേട്ട് എല്ലാവരും ഓടി വന്ന എന്ത് ചെയ്യും? അത് സാരമില്ല. വരുന്നവരോട് ഇവിടെ കുഴപ്പമൊന്നുമില്ല, തിരിച്ചു പൊയ്ക്കോ എന്ന് പറഞ്ഞാ മതി. മതിയോ? മതിയെന്നേ. ഇത് നല്ല ഐഡിയ ആണ്. അച്ഛൻ റെഡിയായി നിന്നോ, ഗംഗ ഇപ്പൊ വരും. ഇതെല്ലാം മാളുവിന്റെ ഐഡിയ ആണെന്ന് ഞാൻ ഗംഗയോട് പറയും കേട്ടോ. ശരി, പറഞ്ഞോ. പിണക്കം മാറിയ ട്രീറ്റ് തരണം കേട്ടോ. അതുറപ്പല്ലേ? ഓക്കെ, ഡൺ. ഡൺ. ഗംഗ വരുന്നുണ്ടെന്ന് തോന്നുന്നു. അച്ഛൻ വേഗം ഒളിച്ചേക്ക്. ഇന്ന് ഞാൻ മോളുടെ സങ്കടത്തിനുള്ള പരിഹാരം കണ്ടോളാം. നിന്റെ മുഖത്ത് ഇന്ന് പുഞ്ചിരി വിടരുന്നത് ഈ അമ്മയ്ക്ക് കാണണം.
മഹി എന്താ അമ്മേ? ബോംബെന്ന് പുതിയ കുറച്ച് ഡിസൈനുകൾ വരുമെന്ന് സേട്ട് വിളിച്ചു പറഞ്ഞിരുന്നു. അതിന്റെ ഫോട്ടോയും വീഡിയോയും നിനക്ക് വന്നോ? വന്നിരുന്നു. അതിലൊന്നും ഒരു ക്ലാരിറ്റി ഇല്ല. എല്ലാത്തിന്റെയും ഓരോ മോഡൽ നേരിട്ടെത്തിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കൂടുതലും കാശ്മീരി മോഡൽസ് ആണെന്ന് തോന്നുന്നു. ഇവിടെ നമുക്ക് അതിനധികം ചെലവ് കിട്ടില്ല. എന്നാലും കുറച്ച് നമുക്ക് എടുക്കാം. ഗംഗയും മാളുകൂടെ അകത്തുണ്ട്. ഗംഗ മാളുവിനെ ഉറക്കെയായിരിക്കും. നീ ചെന്ന് ഫ്രഷ് ആവ്. ശരി. അവൻ വന്നു കയറിയപ്പോഴേ ഗംഗ എവിടെ നിന്ന് തിരക്കുന്നു. ഇല്ല മഹി, നീയും അവളും തമ്മിൽ ഒന്നിക്കാൻ ഞാൻ സമ്മതിക്കില്ല. മഹിയേട്ടനും ഗംഗയും ഒന്നിക്കാതിരിക്കാൻ അവരെന്തോ പ്ലാൻ ചെയ്യ. ഇല്ല, നിങ്ങളുടെ ഒരു പ്ലാനും നടക്കില്ല. മഹിയേട്ടനെയും ഗംഗയും തമ്മിൽ അകറ്റാൻ നിങ്ങൾ ശ്രമിച്ച അവരൊന്നിക്കുക വേണ്ടത്. ഞാനത് ചെയ്യും. ഇതില് ആര് ജയിക്കുമെന്ന് നമുക്ക് നോക്കാം. ഗംഗ നല്ല തിരക്കിട്ട ജോലിയിലാണല്ലോ. അല്ല, എന്തെങ്കിലും ചെയ്യാനുണ്ടോ? മഹി ഇതുവരെ ഓഫീസിൽ നിന്ന് വന്നിട്ടില്ല. നീയൊന്ന് മഹിയുടെ മുറി വൃത്തിയാക്കി ഇടണം. ഞാനോ? എന്നോട് മഹിയേട്ടന്റെ മുറിയിൽ കയറരുതെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? അതെ, പക്ഷേ അത് മഹി ഉള്ളപ്പോൾ കയറരുതെന്നാ പറഞ്ഞത്. ഇപ്പൊ അവിടെ മഹി ഇല്ലല്ലോ, അതുകൊണ്ട് കയറിക്കോ. അവൻ വരുന്നതിന് മുൻപ് മുറി മുഴുവൻ ക്ലീൻ ചെയ്തിട്ടേക്ക്. എന്തിനാ മടിച്ചു നിൽക്കുന്നത്? ഞാൻ തന്നെയല്ലേ നിന്നോട് പറയുന്നത്. ധൈര്യമായിട്ട് പൊയ്ക്കോ. ശരി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.